എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫിഷ് ടിവിയുടെ സ്വാഗതം. ടെലിവിഷൻ ചരിത്രത്തിൽ ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ആരും കളിച്ചിട്ടില്ലാത്ത, ആരും കളിക്കാൻ ധൈര്യപ്പെടാത്ത വളരെ സാഹസികമായ ഒരു കളിയുമായിട്ടാണ് ഫിഷ് ടി വി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ കളിയിൽ പുലികളിയില്ല, കാരണം ഇതിൽ കളിക്കുന്നത് പുലികളല്ല. ഇതിലെ മത്സരാർത്ഥികളെല്ലാം കുറുക്കന്മാരാണ്. അതെ, 9 കുറുക്കന്മാർ 50 ദിവസം ഒരു കൂട്ടിനുള്ളിൽ. എല്ലാവർക്കും സ്വാഗതം ഫിഷ് ടിവിയുടെ ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ ആയ സർക്കാർ ഹൗസിലേക്ക്. സർക്കാർ ഹൗസിലെ 9 മത്സരാർത്ഥികൾ ആരൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ടാവും. ഇവരിൽ സിനിമാ താരങ്ങളില്ല, സീരിയൽ താരങ്ങളില്ല, കവികളില്ല, സാഹിത്യകാരന്മാരില്ല. പിന്നെ ആര്? പറയാം. കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധി, പിന്നെ നിങ്ങളിൽ ഒരാൾ. സർക്കാർ ഹൗസിൽ ഇനി ചെറിയ കളികളില്ല, വലിയ കാര്യങ്ങൾ മാത്രം. അപ്പൊ നമുക്കിതിലെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഉഴുതുമറിച്ച് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സബ് രജിസ്ട്രാർ ശ്രീ രാഘവൻ. വെൽക്കം മിസ്റ്റർ രാഘവൻ. വെൽക്കം രാഘവൻ. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സബ് രജിസ്ട്രാർ. അതെ, കുന്നംകുളം. ഇപ്പോ സ്പെഷ്യൽ ലീവിലാണ്. അതെ. വെൽക്കം. നമ്മുടെ സർക്കാർ ഹൗസിലേക്ക് സ്വാഗതം. 2019 മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുഖ്യമന്ത്രിയുടെ അവാർഡ് കരസ്ഥമാക്കിയ മുണ്ടേല വില്ലേജിലെ വില്ലേജ് ഓഫീസർ മൊയ്തു ആണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി. വെൽക്കം മിസ്റ്റർ മൊയ്തു. വെൽക്കം മൊയ്തു. നമസ്കാരം. നമ്മുടെ സർക്കാർ ഹൗസിൽ വന്നപ്പോൾ എന്ത് തോന്നുന്നു? വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ 50 ദിവസമാണല്ലോ അത് പരിപാടി. 50 ദിവസമൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവിടെ എല്ലാം കൂടി താറുമാറാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസരം ഇപ്പോഴേക്കെല്ലാം കിട്ടുള്ളൂ. അതുകൊണ്ട് പങ്കെടുക്കാൻ തീരുമാനിച്ചു പോകുന്നതാണ്. അപ്പം നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സർക്കാർ ഹൗസിലെ അടുത്ത മത്സരാർത്ഥിയെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ചാരുമൂട് മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ സെക്രട്ടറി മണ്ടോദരി. വെൽക്കം മണ്ടോദരി. വെൽക്കം മണ്ടോദരി. എന്ത് തോന്നുന്നു സർക്കാർ ഹൗസിലേക്ക് വന്നപ്പോ? അത് പെട്ടെന്ന് ഇങ്ങനെ ഈ സന്തോഷം എന്തായിരിക്കും പറയാൻ പറ്റില്ല. ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. ഇനിയിപ്പോ 50 ദിവസം നമുക്ക് കാണാലോ. ചെന്നാട്ടെ. വെൽക്കം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഒരു പ്രദേശം മുഴുവൻ പ്രകാശം പരത്തുന്ന അരുവിക്കര ഇലക്ട്രിസിറ്റി ഓഫീസിലെ AE സുഗതൻ സാറാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി. വെൽക്കം മിസ്റ്റർ സുഗതൻ. വെൽക്കം സാർ. തൊട്ടാ കറണ്ടടിക്കൂ. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ. എനിവേ, വെൽക്കം ടു അവർ ഷോ. പ്ലീസ്. സർക്കാർ ഹൗസിലെ അടുത്ത മത്സരാർത്ഥി വെള്ളനാട് വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിങ്ങിണി മാഡമാണ്. വെൽക്കം കിങ്ങിണി. വെൽക്കം. ഞാനൊരു കാര്യം ചോദിച്ചാൽ കിങ്ങിണി സത്യം പറയൂ. ഇപ്പോ എത്ര വയസ്സായി കിങ്ങിണിക്ക്? പ്രായം പറയാൻ പ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. സർവീസിൽ കയറിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഞാൻ 23-ാമത്തെ വയസ്സിലാണ്. ഇപ്പോ എത്ര വർഷത്തെ സർവീസായി? 2 വർഷത്തെ സർവീസ് ഉണ്ട്. ഇനി ഞാൻ കിങ്ങിണിയുടെ പ്രായം പറയട്ടെ. പറയൂ സർ. 25 വയസ്സല്ലേ കിങ്ങിണിക്ക്? ഓക്കെ, വെൽക്കം കിങ്ങിണി. വെൽക്കം ടു അവർ ഷോ. പ്ലീസ്. ഒരു ജനപ്രതിനിധി എന്താവണം, എങ്ങനെയാവണം, അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി, അരുവിക്കര പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ ശ്രീ പ്യാരിജാതൻ. വെൽക്കം മിസ്റ്റർ പ്യാരിജാതൻ.
സുഖം, സന്തോഷം. ഹരിജാതൻ, എന്ത് തോന്നുന്നു സർക്കാർ ഹൗസിൽ വന്നപ്പോ? വളരെ സന്തോഷം പങ്കെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ഒരു 50 ദിവസത്തേക്ക് പഞ്ചായത്തിൽ എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. എന്നാലും ഇതിൽ വിജയിച്ചാൽ അവർക്ക് തന്നെയല്ല അതിന്റെ നേട്ടം. ഓക്കെ, അപ്പൊ എന്തായാലും മെമ്പർ പ്യാരിജാതന്റെ 50 ദിവസത്തെ സേവനം നമ്മുടെ സർക്കാർ ഹൗസിലേക്ക് ആയിക്കോട്ടെ. വെൽക്കം പ്യാരിജാതൻ. സർക്കാർ ഹൗസിലെ അടുത്ത മത്സരാർത്ഥി കളത്തറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ തിരുമൽ വിദഗ്ധൻ സുമേഷ് സാറാണ്. വെൽക്കം സുമേഷ് സാർ. സ്വാഗതം. ആയുർവേദ തിരുമൽ വിദഗ്ധൻ. ഇപ്പോഴും സ്ഥിര ജീവനക്കാരനാണോ? അല്ല അല്ല, പെൻഷൻ പറ്റി. പിന്നെ ഇപ്പൊ എന്നെ വിളിക്കും ഡെയിലി വേജസിലാണ്. അപ്പൊ ഞാൻ പോയി തിരുമു. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ഷോയിൽ വന്നതിൽ. നീരുണ്ട് കയ്യില്, നമുക്കൊന്ന് ശരിക്കൊന്ന് തിരുമണം. 50 ദിവസം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് തിരുമാം. എന്തായാലും സ്വാഗതം സുമേഷ് ഏട്ടൻ. പ്ലീസ്. സർക്കാർ ഹൗസിലെ അടുത്ത മത്സരാർത്ഥി ആര്? PWD ഓവർസിയർ ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി. വെൽക്കം മിസ്റ്റർ ഉണ്ണി. വെൽക്കം. മൻമോഹൻ സാറെ നേരിട്ട് കാണുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട. ആരാധകനാണ് സാറേ. സന്തോഷം. നമ്മുടെ ഈ ഷോയിൽ എത്തിയതിനെ കുറിച്ച് എന്ത് പറയുന്നു? പറച്ചിലല്ല സാറേ കാര്യം, പ്രവൃത്തിയിലാണ്. അത് ഞാൻ തെളിയിക്കും. ഓക്കെ ഉണ്ണി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്ലീസ്. ഉണ്ണി സാറിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. സർക്കാർ ഹൗസിലെ അടുത്ത മത്സരാർത്ഥി സർക്കാർ ഉദ്യോഗസ്ഥനല്ല, പൊതുപ്രവർത്തകനല്ല. ഞാൻ, നിങ്ങൾ, നമ്മളിൽ ഒരാൾ, പൊതുജനങ്ങളിൽ ഒരാൾ, ശ്രീ കോയ സാഹിബ്. വെൽക്കം കോയ സാഹിബ്. വെൽക്കം കോയ. സന്തോഷം. നിങ്ങളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. വലിയ സന്തോഷം നേരിട്ട് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഈ സർക്കാർ ഹൗസിലേക്ക് എത്തിയപ്പോൾ എന്ത് വികാരമാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് സാറ്, ഞാൻ പൊതുവെ എന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത ഒരാളാണ്. ഒന്നില്ല വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇറങ്ങി പോക്കാം. കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. ഇവിടെ ഒരു 10-50 ദിവസം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റാല് അത് എനിക്കൊരു ശീലമാവൂലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പൊ എന്തായാലും വെൽക്കം കോയ സാഹിബ്. നമസ്കാരം, എന്റെ പേര് കോയ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അതാണല്ലേ. ശരി ട്ടോ. ശരി ശരി. മുമ്പിൽ വന്നപ്പോഴത്തും കയറുന്നു. ഈ ജാതി ആൾക്കാരുടെ കൂടെ 50 ദിവസമാണല്ലോ റബ്ബെ. എവിടെ ഇരിക്കുക? ഇത് ഇരിക്കാളാ? അല്ല, ഇതല്ല അല്ലേ? ഇത് നീ കിട്ടിയിരുന്നോളി. ഇതിന്റെ മേലെ വേണമെങ്കിൽ ഇരിക്കാം. ഇതിന്റെ മുകളിലോ? ഇവിടെ ഇരിക്കാം അല്ലേ? ഇവിടെ അപ്പൊ നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റൂലല്ലോ. അത് കുഴപ്പമില്ല. സർക്കാർ ഹൗസിലെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. 9 മത്സരാർത്ഥികൾ, 50 ദിവസം, ചുറ്റും 60 ക്യാമറ കണ്ണുകൾ, മൈക്രോഫോണുകൾ. ഇനി നിങ്ങളായി, നിങ്ങളുടെ വീടായി, നിങ്ങളുടെ പാടായി. സർക്കാർ ഹൗസിൽ ഇനി ചെറിയ കളികളില്ല, വലിയ കാര്യങ്ങൾ മാത്രം. ഡേറ്റ് സമയം 12:55. ഇന്നലെ രാത്രി ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ അടർന്നു വീണു. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു പ്രേമമൊക്കെ കാണിച്ചാലേ നമ്മളിവിടെ പിടിച്ചു നിർത്തുള്ളൂ. ആളുകൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ആളുകൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഒരു ചെറിയ കിളിയൊക്കെ ആയ ആളുകൾ അവർ കണ്ടിരിക്കും. നമുക്ക് പുറത്ത് നല്ല സപ്പോർട്ടും കിട്ടും. മനസ്സിലായ? പ്രമദാവനം മലരണിഞ്ഞു, പ്രണയ സൗരഭം വഴിഞ്ഞു. ഗോൾഡ് ഈസ് ഗോൾഡ്.
നമ്മൾ ഒരു ചെമ്പ് ഹൗസ് ഓണറിനെ കാണും. പള്ളിയിലന്ന് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർവാർത്തു നിൽക്കയാമേഘം കോന്തലയ്ക്കൽ നീയെനിക്കായി കെട്ടിയ നീക്ക കണ്ടു ചൂരൽ സുഖല്ലേ ഒരു മനുഷ്യത്വം വേണ്ട ഒരു പ്രതിമ ഉണ്ടാക്കാൻ. നോക്കി ഇങ്ങനെയാ നോക്ക്. എടാ തല്ലാൻ നിക്കല്ലത്. പിന്നെ പ്രാന്തുണ്ടോ? ഇവിടെ ഇരിക്കേ പാടും. പാട്ടൊന്നും വേണ്ട, പാട്ടൊന്നും വേണ്ട. അതിന്റെ പാട്ടുപാടിയാലും വെറുതെ വളങ്ങളെന്ന് പാടിയിട്ട് മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട്. പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ സൂതേട്ടാ? ഇത്രയും കാലം പാട്ട് കേട്ടിട്ട് പലതും നേടിയാ ഇല്ലല്ലോ. പാട്ട് പാടാൻ ഫുൾ ടൈം ഇങ്ങനെ തിന്നോണ്ടിരുന്നാ മതി അല്ലേ? നല്ല പാട്ട് കേട്ടില്ല. അത് തീറ്റ നിർത്തിക്കോളെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റിനേറ്റ് കൂടുതൽ പുറത്തേക്ക് പോകും. ഇന്നലെ രാത്രിയിൽ ഒരു ചെറുതാരകം മുറ്റത്തെ മുല്ലയിൽ അടർന്നു വീണു. നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രം അവിടെ തപസ്സിരുന്നു. ഇതാണ് സംശയം, ഇതാണ് സംശയമുള്ളത് വരി. അതായത് മേലോട്ട് പോവാണ്ട് നക്ഷത്രം ഇവിടെ തപസ് ഇരുന്ന് പറഞ്ഞത് മേലിലുള്ള സാധനല്ലേ, പിന്നെന്തിനു മേലിലേക്ക് പോണ്? അതൊക്കെ കവിന്റെ ഭാവനയല്ലേ വായിക്കാം. ഹായ് ഫ്രണ്ട്സ്. ഇത് എവിടുത്തെ ബ്രക്കോടി വരല്? കോഴിക്ക് പറ്റിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സർക്കാർ ഹൗസിന്റെ രണ്ടാമത്തെ ദിവസം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണല്ലോ? ഓക്കെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നയിക്കുന്നതിന് നിങ്ങളിൽ നിന്നും ഒരാളെ ടീം ലീഡറായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ടീം ലീഡർ ആവാൻ പറ്റിയൊരാള് കൈ ഉയർത്തുക. ഇതിപ്പോ എല്ലാവർക്കും ടീം ലീഡർ ആവാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ടീം ലീഡർ ആകുക. അതാ പറഞ്ഞ എല്ലാവരും കൂടി നടക്കൂല. ഞാനായിക്കോളാം. എന്നാ പിന്നെ കോയ സാഹിബിനെ ടീം ലീഡർ ആക്കിക്കൂടെ? എന്തപ്പോ ഇത് ബോംബ് എടുത്തേന്ന് പറഞ്ഞ മാതിരിയാണല്ലോ നിങ്ങൾ വേണ്ട 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 പറഞ്ഞത്. നേതൃസ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ പ്രാപ്തനായ ഒരാളെയാണ് നമുക്ക് തിരഞ്ഞെടുക്കുക. ഹൗസ് ഓണർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ മൊയ്തു, നിങ്ങൾക്ക് ഹൗസ് ഓണറുമായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ വലതുവശത്തുള്ള ക്യാമറയിൽ പോയി അവിടെ നിന്ന് സംസാരിക്കും. ഹൗസ് ഓണർ, പറയൂ. ഞാനൊരു വില്ലേജ് ഭരിക്കുന്ന വില്ലേജ് ഓഫീസറാണ്. ഓക്കെ. അപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഈ 8 പേരൊക്കെ സുഖമായിട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാനാവാൻ ലീഡർ, പ്ലീസ്. എന്നാ പിന്നെ മൊയ്തു ആവട്ടെ. ഹൗസ് ഓണർ, പറയൂ. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ വില്ലേജിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. എന്താ പറയാ? അപ്പൊ ഒരു പഞ്ചായത്തിലെ ആളുകളെ മുഴുവൻ നയിച്ച് ശീലമുള്ള എനിക്ക് ഈ 8 പേരെ നിസാരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പൊ എന്നെ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ഒരു ഞാനാവാം. കാരണം ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പർ പറ്റില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ എല്ലാ പാർട്ടിയിലുള്ളവരുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആർക്കും പ്രശ്നമില്ലാത്ത ഒരാൾ ഞാനാണ്. അതുകൊണ്ട് ഹൗസ് ഓണർ, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ നല്ലൊരു മാർഗം ഞാൻ പറയാം. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ എപ്പോഴും. അപ്പൊ ഇവിടെ 2 ലേഡീസ് ആണുള്ളൂ. അപ്പൊ കൂട്ടത്തിൽ സീനിയർ ഞാനായതുകൊണ്ട് ഞാനായിക്കോളാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട കേട്ടോ. അതെ, അത് പെണ്ണുങ്ങൾ ഭരിക്കണ ഇത് ശരിയാവില്ല അവിടെ. അത് വേണ്ട. നമ്മൾ ഇത്ര ആണുങ്ങളുള്ളപ്പോ അവരാരെങ്കിലും മതി. പെണ്ണുങ്ങൾ ഭരിച്ചെന്താ കുഴപ്പം? പെണ്ണുങ്ങൾ ഭരിച്ചാൽ അത് ശരിയാവൂല. എന്നെ എന്ത് ശരിയാവില്ല? പെണ്ണുങ്ങൾ ഭരിച്ചാൽ അത് ആ കുടുംബത്തിൽ റാഹത്ത് ഉണ്ടാവൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ച കാലമുണ്ട്. അന്ന് എന്തായിരുന്നു കുഴപ്പം? അല്ല, നിങ്ങൾ ഇപ്പൊ ആരപ്പതിൽ ഇന്ദിരാഗാന്ധി? പെണ്ണുങ്ങൾ ഭരിച്ചാൽ നടക്കില്ല. അതേമാതിരി ഒന്നും അല്ല നിങ്ങളൊന്നും. അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് വർത്താനം
പറയുന്നത്? കുട്ടി എത്ര ആണുങ്ങളില്ല, അപ്പൊ അവരാരെങ്കിലും ആവട്ടെ. അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇത്രയും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുണ്ട്. മനുഷ്യനെ ഇക്വാലിറ്റി ആയിട്ട് നിങ്ങൾ ഈക്വൽ ആയിട്ട് കാണാൻ പഠിക്കാം. അല്ലാതെ ആണ് പെണ്ണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനേ വേണ്ടത്. എന്റെ കുടുംബത്തിൽ ആണുങ്ങള് ഞങ്ങൾ ആരെങ്കിലും ആണ് ആ കാര്യങ്ങളൊക്കെ നോക്കില്ല. എന്റെ വീട്ടിലാരാണ്? അത് ആരെങ്കിലും നോയിക്കോട്ടെ. ഇവിടെ നിങ്ങളുടെ വീടല്ലേ ഇത്? ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നല്ല നിലപാടല്ല. എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞേ? പെണ്ണുങ്ങൾ നോക്കിയാൽ നടക്കത്തില്ലാന്നോ? ഫാമിലിനെ എന്റെ ഫാമിലിനെ തൊട്ട് കളിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ അവിടെ പോയിട്ട് എവിടെ തൊട്ട് എന്റെ ഫാമിലിനെ നിങ്ങൾ പറഞ്ഞു. എന്റെ ഫാമിലി നിങ്ങളുടെ ഫാമിലി ഞാൻ പറഞ്ഞോ? എന്താ ഈ കുട്ടി സംസാരം അല്ല അങ്ങനൊന്നും ചൂടാ. അല്ല ഓള് പറയട്ടെ. ഓളിപ്പോ പറയുമ്പോ എന്താ മുണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എന്റെ മൂത്ത മകല്ലേ അംസുവിന്റെ മൂത്ത കുട്ടറെ പ്രായമുള്ളപ്പോ ഓള് പറയുമ്പോ തേച്ചൊന്നും മരുന്നില്ല. തമാശ തോന്നുന്നു. ഇത് ബോഡി ഷേമിംഗ് ആണ്. നിന്റെ ബോഡി ചെറുതാണ്, നിന്നെ ചെറുതാക്കി കാണാതെ ബോഡി ഷേമിംഗ് ആണ് അയാൾ നടത്തിയേക്കണത്. നിങ്ങൾക്ക് എന്താ ചെയ്തേ? നിങ്ങൾ എന്നെ ബോഡി ഷേമിംഗ് ചെയ്തു. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ ബോഡി ഷേമിംഗ് ചെയ്തു പബ്ലിക് ആയിട്ട്. ഞാനോ? എന്താ ഈ കുട്ടി ഉണ്ടാക്കി പറഞ്ഞ? എന്താ പറഞ്ഞു? വളരെ തർക്കമില്ലാതെ എന്താ ബോഡി ഷേമിങ്? നിങ്ങളൊരു മഹാവൃത്തികെട്ട ഒരു എന്താണത്? നികൃഷ്ട ജീവി. അതെ, നിങ്ങളൊരു മഹാവൃത്തികെട്ട നികൃഷ്ട ജീവിയാണ്. ഉണ്ടാക്കി പറയരുതിട്ട പൊന്നാരമുള്ള എന്താ നികൃഷ്ട ജീവി? ഞാനോ? എന്റെ മോത്തോക്കിട്ട് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതിപ്പോ നാളെ അങ്ങോട്ട് കഴിയൂട്ടോ. ഞാൻ കണ്ണി കണ്ടൊക്കെ ചെയ്തു പറഞ്ഞപ്പോ എന്റെ വീട്ടുകാരെന്നെ കേട്ടിട്ടാണ്. എന്താ പറഞ്ഞേ? കുട്ടി പറഞ്ഞത് ശരിയല്ല. സംഭവം അയാളിന്റെ അയൽവാസിയാ. അയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല എന്ന് കരുതിയിട്ട് അയാൾ എങ്ങനെ പറയാൻ പാടില്ല. എന്താ എന്റെ സ്വഭാവത്തിന് കുഴപ്പമോ? ഞാൻ പറയാതിരിക്കാനല്ലേ. എന്നിട്ട് പറയണ്ട. അതെ, ഇത് ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കിട്ട് മോളെ എന്തൊക്കെ പറഞ്ഞു? Did I go on your family? Did I body shame you? You body shame me. You went on my family. You are a bloody hypocrite. ഇത് വർത്താനമാണ് പോയിക്ക. അതിനെന്തെങ്കിലും പറ്റിയാലോ? ഞാൻ എന്താ പറഞ്ഞു? തൃപ്തിയല്ലാണത്. മതി മോളോട് ഇരിക്കും, അവിടെ ഇരിക്കും. മതി മഴ ചോർന്ന സുഖമുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ കച്ചറുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു ക്യാപ്റ്റനാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അതിന്റെ കാര്യത്തിലേക്ക് വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാലുണ്ടല്ല, ഈ കുട്ടി പറഞ്ഞാണ് അതിന്റെ ശരി. എന്താ കുട്ടി പറഞ്ഞത്? മോളെന്താ പറഞ്ഞു? അത്രേ ഉള്ളൂ. മിണ്ടാട്ടോടെ നിൽക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതായ സ്ഥിതിക്ക് തൽക്കാലം ഞാൻ ക്യാപ്റ്റൻ ആവാം. അയാൾക്ക് അയാളെ തന്നെ ഇഷ്ടമല്ലാത്ത നടക്കുന്ന ആളാണ്. ഇരിക്കടാ. എന്താണ് ഇപ്പൊ എന്തിനാ അയാളെ അവിടെ? ഇയാൾ ആരെ കൂടെ കൊടുത്തേ കൂടൂല. അയാളെ അതെ 2 പ്രാവശ്യം ഓളായാലും അതെന്താ ഞാൻ മനുഷ്യപ്പെട്ടില്ലാത്ത ആളുകളാവണ്ട. വന്നപ്പോ പോലെ എല്ലാവർക്കും പ്ലീസ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു തർക്കം ഉടലെടുത്ത ആ സാഹചര്യത്തിൽ ടീം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്വം ഹൗസ് ഓണർ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അതൊരു ടാസ്കിലൂടെ ആയിരിക്കും. ഇനി ആ ടാസ്ക് എന്താണെന്നായിരിക്കും